ജീവിതകാലം മുഴുവൻ ഈ തമിഴന്റെ അടിമപ്പണി ചെയ്ത് കഴിയേണ്ടി വരുവോടാ. കറക്റ്റായിട്ട് കൂലി കിട്ടുന്നുണ്ടല്ലോ. പണി എടുക്കേണ്ടി വന്നതിലൊന്നും എനിക്ക് ഒരു ദുഃഖവും. പെങ്ങളെ കാണാൻ പറ്റില്ലോ, അത് മതി. അല്ല കേശവമാവ, രണ്ടും കൽപ്പിച്ച പെരുമാളിനോട് നമ്മൾ വന്നതിന്റെ ഉദ്ദേശം പറഞ്ഞാലോ? എനിക്ക് കുഞ്ഞുങ്ങൾ 4 അത് കുറഞ്ഞു പോയെങ്കിൽ ഒന്നുകൂടെ ആവാം. അതിനും ഞാൻ ജീവനോടെ വേണമല്ലോ. എന്റെ പിള്ളേർക്ക് തന്തയില്ലാണ്ടാവുന്ന ഞാൻ പറഞ്ഞു. കേശവമാൻ പോവാണെങ്കിൽ പൊക്കോ, ഞാൻ എന്തായാലും പറയാൻ പോവാ. നാട്ടിൽ ഒരുത്തി നിശ്ചയം കഴിഞ്ഞ് നിനക്ക് വേണ്ടി കാത്തിരിപ്പുണ്ട്. അവളെ കല്യാണത്തിന് മുമ്പ് നീ വിധവയാക്കല്ലേ. അതാ വന്നല്ലോ. ഞാൻ തമിഴ് ഫ്ലുവന്റ് ആക്കിട്ട് വരാം. ബാക്കി പണി നീ ചെയ്തോ. എന്നെ உங்களுக்கு கல்யாணம் ஆயிடுச்சுல? 4 பிள்ளைங்க வேற இருக்குல்ல? അത് എങ്ങനെയാണ് സംഭവിച്ചത് വ്യക്തമായിട്ട് പറഞ്ഞാ. വാ. வேண்டாம், நீங்க கொஞ்சம் வரீங்களா? അത് അവനോട് ചോദിക്കാനാ. ஐயோ கர்ம, வாய மூடியா. എന്ത് വേണം? அம்மா உங்களை அவசரமா பார்க்கணும்னு சொன்னாங்க. രാത്രി ചെല്ലണമെന്ന് പറഞ്ഞോ? അല്ല, ഇപ്പൊ ചെല്ലണോന്ന് പറഞ്ഞു. എങ്കിൽ ഞാനും കൂടെ വരാം. തമിഴ് ഫ്ലുവന്റ് ആക്കാനല്ല, ഒരമ്മാവന്റെ സ്ഥാനം എന്താന്ന് മറക്കരുത്. ചേച്ചിക്ക് എന്നെ അത്യാവശ്യമായിട്ട് കാണുന്നു. പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ വന്നവര് പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അവസ്ഥയിലേക്കാ കാര്യങ്ങളുടെ പോക്ക്. ചേച്ചിയും കൊണ്ട് പോകാൻ വന്നവൻ മോളെ കൊണ്ടുപോകുന്ന എങ്ങനെയാണെന്ന് ചിന്തിക്കുന്നു. ഇതൊന്നും നടക്കണ കാര്യമല്ല. അവളൊരു മരം കയറി പെണ്ണ. അവളെ കൊണ്ട് നാട്ടിൽ ചെന്നാ നീ നാറും. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഒരു തമിഴ് സ്റ്റൈല് പ്രേമം. ഞാനതങ്ങ് സഹിച്ചു. ചേച്ചിക്ക് ഞാൻ വാക്ക് കൊടുത്തതാ. ഇനി ആരും അറിയാതെ അവളെ ഇവിടെ നിന്ന് എങ്ങനെ കൊണ്ടുപോകാന്നുള്ളതിനെ കുറിച്ച് കേശവമാവൻ ചിന്തിക്ക്. അത്രയ്ക്ക് ബുദ്ധി എനിക്കുണ്ടായിരുന്നു. ഞാൻ നിന്റെ കൂടെ ഇങ്ങോട്ട് വരുമായിരുന്നോ? കേശവമാവ കിട്ടി. എന്തോന്ന് ഐഡിയ കിട്ടി. பார்வதி, அம்மா, நான் மாமா கூட தானே ஊருக்கு போறேன். நீ எதுக்கும் பயப்படாத. ഭയം എനിക്കാ. കുട്ടാ, സൂക്ഷിച്ചു പോണേ. ശരി ചേച്ചി. മാമാ. അയ്യോ, നീ എന്നെ ആ ടോണിൽ മാത്രം വിളിക്കല്ലേ. ഞാൻ അപ്പിടിത്താൻ കൂപ്പിടുവേൻ. സ്വാമി ശരണം. റെഡിയല്ലേ? ആ, പിടിച്ചോ. നാം ഇപ്പൊ എപ്പടി പോறது? ഇതിലെയാ? അല്ലേ, ഒന്നെ കൊണ്ടുപോയി ഫ്ലൈറ്റ് വരും. അതിലേറി ആരെങ്കിലും കാണുന്നതിന് മുമ്പ് കേറേ. എന്താ? அந்த பேக்கையும் தூக்கி வை. ആരെങ്കിലും കണ്ടുപിടിച്ചാൽ ഇതേ ചാക്കിൽ നമ്മൾ പീസായിട്ട് നാട്ടിലെത്തും. 2 ചാക്കം കൊണ്ടല്ലേ നമ്മൾ ഇതിനകത്തോട്ട് കയറിയത്. ചാക്കം കൊണ്ട് തന്നെ പുറത്തേക്ക് പോവാം. ഇതുപോലൊരു ചാക്കൂടി സംഘടിപ്പിച്ചിട്ട് നിന്റെ ചേച്ചിയെ കൂടെ കൊണ്ടുപോയിരുന്നു. ഈ ചാക്ക് തന്നെ പുറത്തേക്ക് കിടക്കുമെന്ന് ഉറപ്പായിട്ടില്ല. പിടിച്ചോ. അയ്യേ, ഇതെന്നെ കൊണ്ട് പറ്റില്ല കേശവമാവ. നിന്ന് സംസാരിച്ച് സമയങ്ങളായി ചാക്ക് വെക്കണ. മറ്റേ ചാക്ക കാരെടുക്കും. പഴനിസാമി, ചാക്ക് മുട്ട തൂക്കി വെളിയിലെ പോട മുതലാളി சொன்னாங்க. போதுமா? போதும். மாமா, இப்ப எப்படி இருக்கு தெரியுமா? உன்னை கட்டி பிடிக்கிற மாதிரி இருக்கு. மிண்டாதிலே புல்லே. என் அக்கா பையன் அப்படியா? கண்ணையா ரொம்ப தங்கமான பையன். ஊர்ல நிறைய பிசினஸ் வச்சிருக்கா. மாப்பிள்ள எங்க? காலைல வந்துருவா. சரி சரி. என்னப்பா இந்த நேரத்துல மூட்டையை தூக்கிட்டு போறீங்க? அது கீழே போட்டுட்டு சேர்ல எடுத்து போடுங்க சீக்கிரம். உடஞ்சு போறதுக்கு கண்ணாடியா? தொப்புன்னு கீழே போட்டு சீக்கிரமா வேலை பாருங்க. இல்ல முதலாளி, மெதுவா வைக்கலைன்னா உடஞ்சிடும். பொண்ணு பொண்ணு புண்ணாக்கு புண்ணாக்கு. சரி சரி, சீக்கிரமா வேலையை பாருங்க. வள்ளி, பார்வதி எங்க? நான் இங்க இருக்கேன். നീ കാളിയ മർദ്ദനെ ലൈവായി കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇല്ലേ? എങ്കിതേ കണ്ടോ? അയ്യോ, അവളുടെ പുറത്തല്ലേ അവൻ കാല് പൊക്കി വെച്ചിരിക്കുന്നത്. അവള് മേളിലോട്ട് നോക്കിയാ வேலையை பாரு. யார இப்ப இந்த மூட்டை குட்டை எல்லாம் எங்க கொண்டாந்து போட்டுருக்க? மத்தவங்க உட்கார வேண்டாமா? சரி சரி, இதெல்லாம் தூக்கி அங்க போடு. டேய், வாடா இங்க. കേശവമാവ, എന്താ പറഞ്ഞേ? ചാക്കിട്ടൊക്കെ തൂക്കിയെടുത്തെറിയാൻ. അയ്യോ കേശവമാവ, എത്രാമത്തെ ചാക്കിൽ അവള്? 3ാമത്തെ. 2 3. ശബ്ദമൊന്നും കേൾക്കുന്നില്ലല്ലോ. ഒന്നുകിൽ ചാവും, കുറഞ്ഞ പക്ഷം ചതയും. പാറു മോളെ, പാറു நான் இங்க இருக்கேன் மாமா. உனக்கு எதுவும் ஆகலையே? இல்ல. ஒரு வாயிரப்பா. മാ, സ്വാമിയേ, നേരം ഒരുപാടായി. അവിടെയൊക്കെ നേരം വെളുക്കുന്നത് ഇവിടെ ഉച്ചയാകുമ്പോഴല്ലേ കുട്ടാ? ഈ തമിഴ്നാട് എന്ന് പറയുന്ന അങ്ങ് അമേരിക്കയുടെ അപ്പുറത്തൊന്നും അല്ല എന്റെ അമ്മായി.
നീ എന്തിനാ അവിടെ പതുങ്ങി നോക്കുന്നത്? അങ്ങോട്ട് ചെന്ന് കണ്ടൂടെ? അതെന്താ വല്ല അത്ഭുത ദിവസമാണോ ചെന്ന് കാണാൻ? കണ്ടാലറിയാം തമിഴത്തേക്കാരെ വട്ടാന്ന്. അതരയാണെങ്കിൽ ഇത് മുക്കാല്. രണ്ടിനെ സഹിക്കേണ്ടത് ഞാനും. എന്തോന്ന്? ഒന്നുമില്ല, നല്ല അസല് സ്വഭാവം എന്ന് പറയായിരുന്നു. ഒരു കാപ്പി കൊണ്ടോടി. ഈ സ്ത്രീയെ ഈശ്വരൻ സൃഷ്ടിച്ചത് അസൂയ കൊണ്ടാണോ? நீ யாரு? ஓ, வேலைக்காரியா? അല്ല. இந்த காஃபி யாருக்கு? இந்த காஃபி யாருக்கான்னு? കുട്ടേട്ടന്. ஹாய், மாமாவுக்கு. நான் கொண்டு கொடுக்கட்டா? വേണ്ട. ദാ കാപ്പി. എന്താടി നിനക്കൊരു ഗൗരവം? ആ പെണ്ണ് കുട്ടേട്ടനെ മാമ എന്നാണോ വിളിക്കണത്? പിന്നല്ലാതെ, ഞാൻ അവളുടെ മാമനല്ലേ? ആണ്. അതല്ലേ പ്രശ്നം. എന്ത് പ്രശ്നം? ആ വിളിയില് കുഴപ്പമുണ്ട്. ഒരമ്മാവനെ വിളിക്കുന്ന വിളിയല്ല അത്. അത് നിനക്കെങ്ങനെ അറിയാം? மாமா, ദാ കേട്ടില്ലേ? இந்தாங்க மாமா. என் கையால நானே போட்ட காஃபி. വേണ്ട, ഇത് മതി. வேண்டாம் வேண்டாம் வேண்டாம். மாமா இந்த காஃபி தான் குடிக்கணும். സ്വാമിയെ, ഞാൻ കാപ്പി കുടിച്ച് മരിക്കുവോ? ഇതാരുടെ കാപ്പിയാ? ഇവളുടെ. 2 കാപ്പിയും കൂടെ കുടിച്ച ഇവൻ കഷ്ടത്തിലാവൂലേ? തന്നെയുമല്ല, ഈ കാപ്പി അവൻ കുടിക്കാൻ പാടില്ല. யார் இந்த வெள்ளரிக்கா? ഇതാണ് രേവതി, ഞാൻ കെട്ടാൻ പോണ പെണ്ണ്. அப்படின்னா? ഞാൻ കല്യാണം ചെയ്യാൻ പോണ പെണ്ണ്. என்னது? உனக்கு 2 பொண்டாட்டியா? ഒന്ന്. அதெல்லாம் இந்த ஊர்ல என்கிட்ட நடக்காது. என்ன கல்யாணம் பண்ணிக்க போறேன் நீங்க கூட்டிட்டு வந்து ஏமாத்த பாக்குறல்ல? ஐயோ ஐயோ, இந்த அநியாயத்தை கேட்க இந்த வீட்ல ஆளே இல்லையா? എന്നെ ഇവള് കരഞ്ഞു പറഞ്ഞത്? അവളെ ഗുരുവായൂർക്ക് കൊണ്ടുപോകണമെന്ന്. അപ്പൊ കല്യാണം എന്ന് പറഞ്ഞതോ? കല്യാണ മണ്ഡപം കാണിക്കണമെന്ന്. തമിഴ്നാട്ടിൽ കല്യാണം ഉണ്ടവൻ കാണില്ലായിരിക്കും, പാവം. പൊണ്ടാട്ടി എന്ന് പറഞ്ഞ ഭാര്യ എന്നല്ലേ അർത്ഥം? പൊണ്ടാട്ടിന്നല്ല, കൊണ്ടാട്ടം. നമ്മൾ അരിഞ്ഞു ഉണക്കി വറുത്ത് കറുമുറാന്ന് തിന്നുന്ന സാധനം ഇല്ലേ, കൊണ്ടാട്ടം. തമിഴിലത് പൊണ്ടാട്ടം. ചില സ്ഥലങ്ങളിൽ പൊണ്ടാട്ടി എന്നും പറയും. നീ പോയി ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെക്കേ. ചെല്ലടി. വെറുതെ മനുഷ്യനെ ഇവള് നാറ്റിക്കോ? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, ഒന്ന് ആശ്വസിപ്പിക്കേ. മോളെ അഴുകാതെ, ഞാൻ പേശണ കൊഞ്ചം കേള്. போடா, புத்தி கெட்ட கலந்து. എന്നെ എന്ത് വേണേ വിളിച്ചോ. പക്ഷേ നീ വിചാരിക്കുന്ന മാതിരി നിനക്ക് അവനെ കല്യാണം കഴിക്കാൻ സാധിക്കില്ല. ഇവൻ നിന്റെ അമ്മാവനാ. மாமா மாமா, എന്റെ പൊന്നെ, മാമനല്ല അമ്മാവൻ. നീ നനയ്ക്കണ മാമൻ തമിഴ്നാട്ടില്. ஆந்திராவில கன்னடத்துல எங்கேயுமே மாமானா தாலி கட்ட போற மாமன் தான். அது நம்ம மலையாளத்துல மட்டும் அம்மாவன். കേരളത്തിലെ ജനങ്ങൾക്ക് വിവരം ഉള്ളതുകൊണ്ട്. ஓ, தோ பார் மாமா, நீ என்ன சொன்னாலும் நான் ஒன்னதான் கட்டிக்க போறேன். എന്താടാ ഇവിടെ ഒരു ബഹളം? ഒന്നുമില്ല. പിന്നെ ഇവളുടെ കരച്ചിൽ വിളി കേട്ടതോ? അത് പിന്നെ ഇവള് കാരണം നമ്മൾ ഇവിടുന്ന് കെട്ടുകെട്ടി പോവേണ്ടി വരുമെന്ന ഇപ്പൊ എന്റെ പേടി. അതെന്താ? എപ്പോഴാണാവോ ആ പെരുമാള് തമിഴ്പടയായിട്ട് ഇങ്ങോട്ട് വരാൻ പോണത്? അല്ലെങ്കിൽ തന്നെ അയാൾക്ക് നമ്മുടെ കുടുംബത്തോട് തീരാത്ത പകയുണ്ട്. ഇതും കൂടി ആയപ്പോ പൂർത്തിയായി. ഇനി അയാൾ വെറുതെ ഇരിക്കുന്നു എനിക്ക് തോന്നണില്ല.